കേന്ദ്രത്തിൽ നിന്ന് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്, ഗഡ്കരിജിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയം വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ വാർത്ത കണ്ടാൽ തന്നെ സൊമോട്ടോ നമ്മൾ ചെയ്യണമല്ലോ. നിങ്ങളൊരു ഏതൊരു പത്രമാണെങ്കിലും മാധ്യമമാണെങ്കിലും ഒരു വാർത്ത ഞങ്ങൾക്ക് എതിരായിട്ട് വന്നാൽ അത് മുൻകാല ഗവൺമെൻറ് ആണെന്നുകൊണ്ട് കൈ കഴുകാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് പോകുമല്ലോ. അത് ഞങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ KSRTCക്ക്. അപ്പോൾ അത് പുതിയ നമ്മുടെ സെക്രട്ടറിയോട് അതൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില വളരെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ അപ്പോൾ പറയുന്നില്ല, ഒരു റിപ്പോർട്ടിന് ശേഷമൊക്കെ. അത് നമ്മൾ ബ്ലാങ്കറ്റായിട്ട് വേണമെന്നോ വേണ്ടെന്നോ പറയുന്നില്ല. അപ്പോൾ ഹൈ റേഞ്ചിലൊന്നും ഈ ഇലക്ട്രിക് ബസ് ബുദ്ധിമുട്ടാണ് അല്ലേ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൃത്യം കണക്ക് ഇതാണ്: 7 രൂപയാണ് ഓടിക്കാനുള്ള ചിലവ് ഇലക്ട്രിക്കിന്. അതേസമയം 24 രൂപ വരും ഡീസലിന്. പക്ഷേ ഈ ബാറ്ററിയുടെ ലൈഫ് കുറയുന്നതും കൂടെ കണക്കാക്കണം. 1. 2, അപ്പ് ഫ്രണ്ടായിട്ട് നമ്മൾ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഇലക്ട്രിക് ബസ്സിൻ്റെ ഒരു ഉടമസ്ഥൻ പറയുകയാണ്, ഞങ്ങൾക്കൊരു 15 കൊല്ലം കൊണ്ട് ബസ് തന്നതിൻ്റെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആനുവിറ്റിയിൽ തിരക്കടില്ല. അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി അതിൻ്റെ പലിശയുടെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ. പലിശക്കെടുത്ത പൈസ കൊടുത്തിട്ട് ഇത്രയും വലിയൊരു വണ്ടി വാങ്ങിയിട്ട് ഓടുമ്പോൾ ആ റണ്ണിങ് കോസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ. അത് വാങ്ങാനുള്ള പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിൽ വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നു. തീർച്ചയായിട്ടും എൻഫോഴ്സ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റോഡ് സേഫ്റ്റി അത് വളരെ റെലവൻറ്റ് ക്വസ്റ്റ്യനാണ്. അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കിൽ ശ്രദ്ധക്കുറവുണ്ടായിട്ടില്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. എങ്കിലും അടുത്തൊരു മാസം നമ്മുടെ MVDയുടെയും നമ്മുടെ റോഡ് സേഫ്റ്റിയുടെയും കാര്യത്തിലേക്ക് തിരിയാം. ഇതൊക്കെ ഇനി KSRTCക്ക് നടത്താവുന്നേ ഉള്ളൂ. ഞങ്ങൾ നടത്തിയ വളരെ ഒരു പണച്ചെലവൊന്നുമുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നില്ലേ, സീബ്ര ലൈൻ. ആ സീബ്ര ലൈൻ വളരെ വീതി കുറവാണ്. അപ്പോൾ നമുക്ക് വലിയ നഗരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവും പല സ്ഥലത്തും, വളരെ വീതി കൂടിയ സീബ്ര ലൈനാണ്. അപ്പോൾ അത് അടിയന്തരമായിട്ട് ഇവിടെ സ്റ്റാച്യുവിൽ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പട്ടത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് സേഫായിട്ട് ക്രോസ് ചെയ്യാൻ തോന്നും. ഒരു ചിലവുള്ള കാര്യമല്ല. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും കുറച്ച് ഏജ്ഡായിട്ടുള്ള ആളുകൾക്കൊക്കെ. ഈ ചെറിയ ഒരു വീതിയുള്ള ഒരു ഒറ്റയടി പാത പോലുള്ളൊരു സീബ്ര ലൈൻ, അപ്പോൾ അത് ഞാൻ പറയുന്നതൊരു വലിയ കാര്യമായിട്ടല്ല, സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മുതൽ നമ്മൾ പല കാര്യങ്ങളും വീതി കൂടിയ സീബ്ര ലൈനുകൾ എടുക്കുക എന്ന രീതിയിൽ. അതുപോലെ നമുക്കിപ്പോൾ ഈ ഫീഡ്ബാക്ക് കിട്ടാനൊക്കെ ഉള്ള ആപ്പുകൾ, പിന്നെ വിളിച്ചാൽ ഏത് രാത്രിയും ഇപ്പം എന്നെ തന്നെ ആൾക്കാർ ഗൂഗിളിൽ എന്തോടെ ഉണ്ട് നമ്പർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫോൺ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 24 hours കിട്ടുന്ന ഒരു കോൾ സെൻറ്റർ ചെയ്യും, ഒരു ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മാധ്യമങ്ങളിലും അത് കൊടുക്കാമെങ്കിൽ അത് വളരെ സഹായകരമായിരിക്കും.